ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച വീണ്ടും ആശങ്ക ഉയർത്തുന്നതാണ് വർക്കലയിൽ ഉണ്ടായ ആക്രമണം. ഷൊർണൂരിൽ യാത്രക്കാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിന് സമാനമായ ആക്രമണമാണ് ഇന്നലെയും ഉണ്ടായത്. മദ്യപിച്ച ആർക്കും തീവണ്ടിയിൽ യാത്ര ചെയ്യാം, ചോദിക്കാനും പറയാനും ആരുമില്ല. സാമൂഹിക വിരുദ്ധർ തീവണ്ടിയിൽ കയറുന്നത് തടയാൻ ആരും ഒന്നും ചെയ്യുന്നില്ല. തീവണ്ടിയിലെ പോലീസ് റോന്തു ചുറ്റലും പേരിന് മാത്രമാകുന്നു. ഇതാണ് വർക്കലയിലെ ക്രൂരതയ്ക്ക് കാരണം. ജനറൽ കോച്ചുകളിൽ ഒരു സുരക്ഷാ പരിശോധനയും നടക്കുന്നില്ല. പല തീവണ്ടിയിലും ആൾക്കൂട്ടമാണ് ജനറൽ കോച്ചുകളിൽ. ജനറൽ കോച്ച് യാത്രക്കിടയിലാണ് സോന എന്ന യുവതിക്കും ആക്രമണം നേരിടുന്നത്. സോനുവിനെ ചവിട്ടി താഴ്ത്തിയിട്ടത് കണ്ട് തടയാൻ ശ്രമിച്ചപ്പോഴാണ് എന്നെയും തള്ളിയിടാൻ ശ്രമിച്ചത്. ചവിട്ടുപടിയിൽ പിടിച്ചു നിൽക്കാനായതുകൊണ്ടും മറ്റു യാത്രക്കാർ ഇടപെട്ടതുകൊണ്ടാണ് താഴെ വീഴാതിരുന്നതെന്ന് സോനുവിനൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രിക അർച്ചന പറയുന്നു. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരിയാണ് അർച്ചന. സോനുവിനെ തള്ളിയിടുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അർച്ചനയെയും ആക്രമിച്ചത്. എറണാകുളത്ത് ഭർത്താവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു സോനു. സോനുവും അർച്ചനയും ഇന്നലെ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയത്. ട്രെയിനിന്റെ പുറകിലുള്ള ജനറൽ കോച്ചിലാണ് സംഭവം. കാര്യമായ പ്രകോപനമില്ലാതെയാണ് പ്രതി ആക്രമിച്ചതെന്ന് അർച്ചന പറയുന്നു. സോനുവിനെ തള്ളിയിട്ടപ്പോൾ ബഹളം വച്ചതിനാണ് തന്നെയും തള്ളിയിടാൻ ശ്രമിച്ചതെന്നും ചവിട്ടുപടിയിൽ പിടിച്ചുനിന്ന തന്നെ യാത്രക്കാർ അപായശങ്കന വലിച്ച് ട്രെയിൻ നിർത്തിയ ശേഷം രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്ന് അർച്ചന പറഞ്ഞു. ഈ സമയം അതുവഴി വന്ന മെമു തീവണ്ടിയിൽ അതിവേഗം സോനയെ വർക്കലയിൽ എത്തിച്ചു. പ്രതിയെ രക്ഷപ്പെടാനും അനുവദിച്ചില്ല. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സോനുവിന്റെ CT സ്കാൻ പരിശോധന നടത്തി. ആന്തരിക രക്തസ്രാവമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആശ്വാസമാണ്. അറസ്റ്റിലായ പ്രതി സുരേഷ് കുമാറിന്റെ വൈദ്യപരിശോധന നടത്തി. മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇയാൾക്കെതിരെ കൊലപാതക ശ്രമം ചുമത്തും. മദ്യപാനം ചോദ്യം ചെയ്തതാണ് പ്രകോപനമായതെന്ന് സുരേഷ് കുമാർ മൊഴി നൽകി. മദ്യലഹരിയിലുള്ള ഇയാൾ പല മൊഴിയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ വിശദ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. വർക്കല ഐന്തി ഭാഗത്ത് വെച്ച് യുവതിയെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. മദ്യപിച്ച കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണ് പ്രശ്നമുണ്ടാക്കിയത്. പ്രതിയെ പിന്നീട് കൊച്ചുവേളിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറട പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറാണ് അറസ്റ്റിലായത്. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴായിരുന്നു അതിക്രമം. 2 യുവതികൾക്ക് നേരെയായിരുന്നു പ്രതിയുടെ ആക്രമണം. യുവതിയെ നടുവിന് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു എന്ന് അർച്ചന വ്യക്തമാക്കി. വാതിലിൽ പിടിച്ചു നിന്നതിനാൽ താൻ വീഴാതെ രക്ഷപ്പെട്ടു. പ്രകോപനം ഇല്ലാതെയായിരുന്നു ആക്രമണമെന്ന് അർച്ചന പറഞ്ഞു. ട്രെയിനിലെ യാത്രക്കാർ തന്നെയാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. അതേസമയം വാതിലിൽ നിന്ന് മാറാത്തതുകൊണ്ടാണ് താൻ പ്രകോപിതനായതെന്ന് പ്രതി പറയുകയും ചെയ്തു. പല മൊഴികളാണ് പ്രതി നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെയും വിശദമായ തെളിവെടുപ്പും മൊഴിയെടുപ്പും തുടരുകയും ചെയ്യും. അതേസമയം സോനുവിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്.